തമിഴ്നാട്ടിലെ ഇരുളർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഇരുളർ വസിക്കുന്ന ഒരു ഇരുണ്ട കാട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ. നിങ്ങൾ ആരും കാണാത്തൊരു കാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 10, 40, 50 വർഷങ്ങളായിട്ട് ഈ കാട്ടിലുള്ളവരെല്ലാം കാടിനകത്തൂടെ നടന്നാണ് നമ്മുടെ ഈ ടൗണിലേക്ക് വരുന്നത്. ഏകദേശം ഒരു 10-16 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. അവർ ഫേസ് ചെയ്തിരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ നടന്നു പോകുന്ന വഴിക്ക് എപ്പോഴും കരടിയുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ആനയുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്, ദെൻ പുലി പിടിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അവിടത്തേക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടായിരുന്നു, അതായത് ഒരു ബസ് വരണമെന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അവരുടെ കഠിന പരിശ്രമത്തിന് ശേഷം ആ നാട്ടിലേക്ക് ഒരു ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത ആ ഒരു കാട്ടിലേക്കാണ് ഇത്തവണ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ശബരി ദ ട്രാവലർ. ശബരി വർക്കലയാണ്. ഹായ് തമിഴ് നண்பர்கள், எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? അപ്പോൾ ഉങ്ങളുടെ ഊരിലേക്ക് தான் ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ നാം ഇപ്പോൾ എங்கே ഇരിക്കുന്ന നീലഗിരി ഡിസ്ട്രിക്റ്റിലെ കോത്തഗിരിയിൽ ഇരിക്കും. അതായത് നമ്മൾ നീലഗിരി ജില്ലയിലുള്ള കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കോത്തഗിരി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ അറിയാം, നമ്മുടെ ഊട്ടിക്കടുത്തുള്ള ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 6:15 ആ ബസ്സിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ. കിടുവാട്ടോ. ഓക്കെ, ഫ്രെയിം നോക്കിയേ, ലോറിയൊക്കെ ഇങ്ങനെ മഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുക കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹോം സ്റ്റേ നിന്ന് ബസ് സ്റ്റാൻഡിൽ ഒരു 1 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നടക്കാനായിട്ട്. ജസ്റ്റ് ഒരു മോർണിംഗ് വാക്ക് ആവുകയും ചെയ്യും, നമുക്ക് അത്യാവശ്യം മഞ്ഞൊക്കെ കൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോവുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതുവഴി നടക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നടക്കുന്നെങ്കിലും നമുക്ക് ഒരു ശ്രദ്ധ വേണം കേട്ടോ. ബിക്കോസ് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ഗൗരവമുള്ളൊരു ഏരിയ ആണിത്. അത് നല്ല അധമ സൈസാണ് കേട്ടോ. നമ്മുടെ കോത്തഗിരി ബസ് സ്റ്റാൻഡാണിത്. ബസ്സുകളൊക്കെ ആകെ ഇങ്ങനെ തണുത്ത് മരവിച്ച് വിറച്ച് കിടക്കാണ് കേട്ടോ. ഒരു ബസ് ഉണർന്നിട്ടില്ല, എല്ലാ ബസ്സുകളും ഉറക്കത്തിലാണ്, ആരും ഉണർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പോകേണ്ട ബസ് ഏതാണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾക്ക് പോകേണ്ട ബസ് കേട്ടോ. പഴയൊരു നെസ്റ്റു കളറാണ് ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത്. ഭയങ്കര ഗ്രാമ അന്തരീക്ഷമൊക്കെ ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഗ്രാമത്തിലൂടെയൊക്കെ ഓടാൻ പറ്റുന്ന ഒരു കളറാണിത്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മളങ്ങോട്ട് യാത്ര തുടങ്ങാൻ പോകുന്നത്. നിറയെ ആനയെല്ലാം ഇരിക്കുമെന്ന് നിനക്കത്. ഓ, ആരുമില്ലുണ്ടോ, എല്ലാ സീറ്റുകളും വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഈ ബസ്സുമായിട്ടാണ് നമ്മുടെ ആ നാട്ടിലേക്ക് പോകുന്നതെന്ന് പറയാം. തിരിച്ചു വരുമ്പോൾ മേ ബി എനിക്കൊന്നും ചിലപ്പോൾ നല്ല ആളായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ട് തലനാറിലൊക്കെ പോയിട്ടൊന്നും അറിയാമല്ലോ, അന്തം വിട്ട ആളായിരുന്നു. എന്തായാലും ഇന്ന് വരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത, എത്തിപ്പെടാൻ പോലും പറ്റാത്ത ഒരു നാട്ടിലേക്കാണ് ഇത് നമ്മൾ പോകുന്നത്. കോത്തഗിരി ബസ് സ്റ്റാൻഡിൽ നിന്നും കൃത്യം 6:30 തന്നെ നമ്മുടെ ബസ് എടുത്തു. 16 രൂപയുടെ ടിക്കറ്റായിരുന്നു എനിക്ക് തന്നത് കേട്ടോ. സെമ്മനാറി എന്ന് പറയുന്നത് ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ അവിടത്തേക്ക് ഇതേ നമുക്ക് 16 രൂപയുടെ ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടക്ടറേയും ഡ്രൈവറേയും കൂടാതെ ഞങ്ങൾ 3 പേര് മാത്രമാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത്. അധികം താമസിയാതെ തന്നെ നഗരവീഥികൾ തേയിലത്തോട്ടങ്ങൾക്ക് വഴിമാറി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ആ മലമ്പാതയിലൂടെ ഓടി തുടങ്ങുമ്പോൾ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് തുടങ്ങിയെന്ന് പറയാം. ഈ ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ അതിശൈത്യമാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ആ ജനലിലൂടെ ഇങ്ങനെ വീശി എത്തുന്ന ആ തണുത്ത കാറ്റ് ശരിക്കും നമ്മളെ അങ്ങ് രോമാഞ്ചം ഉണ്ടാക്കും. നമ്മുടെ കയ്യിലെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. കോത്തഗിരിയിൽ നിന്നും മേട്ടുപ്പാളയം റൂട്ടിലൂടെയായിരുന്നു നമ്മുടെ ബസ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് തേയിലത്തോട്ടങ്ങളിൽ മേയുന്ന ഒരു പറ്റം കാട്ടുപോത്തുകളെ കണ്ടുകൊണ്ടാണ് നമ്മളെ യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. മഞ്ഞിൻ പുതപ്പണിഞ്ഞ ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന മരങ്ങളാണ് നമുക്ക് ഒരു സൈഡിൽ കാണാൻ കഴിയുന്നത്. ആ മരങ്ങളിൽ നിന്നും ഇങ്ങനെ ചുമന്ന പൂക്കൾ താഴെ വീണ് ആ വീതിയെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ ആ പൂവിനെ കണ്ടപ്പോൾ ഓടി ചെന്ന് വാരിയെടുക്കാനാണ് തോന്നിയത് കേട്ടോ. പക്ഷേ ബസ് നിർത്താൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അങ്ങനെ സഞ്ചരിക്കേണ്ടി വന്നു. അടുത്തൊരു സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്ക് ഒരാൾ കൂടി വിട പറഞ്ഞു. പിന്നെ ഞാൻ ഉൾപ്പെടെ 2 സഞ്ചാരികൾ മാത്രമായി ആ ബസ്സിനുള്ളിൽ. അടുത്തൊരു ഹെയർപിൻ ബെൻഡ് എത്തിയപ്പോഴേക്കും വണ്ടി അവിടെ നിർത്തി പുറകിൽ കണ്ട ആ കുഞ്ഞു വഴിയിലേക്ക് റിവേഴ്സ് എടുക്കുകയാണുണ്ടായത്. അതായത് നമ്മൾക്ക് പോകേണ്ട ഭാഗം കഴിഞ്ഞിരിക്കുന്നു, അവിടെ വണ്ടിക്ക് തിരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ എത്തി വണ്ടി തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീണ്ടും നമ്മൾ പിന്നിട്ട വഴികളിലൂടെ തന്നെ ബസ് തിരിച്ച് കുറച്ച് ദൂരം ഓടിയെന്ന് പറയാം. ദേ അവസാനം ഇവിടെ കണ്ട ഒരു കോവിലിനരികിലായിട്ട് ബസ് നിർത്തി. ഇതാണ് കുഞ്ഞപ്പനായി മാരിയമ്മൻ ടെമ്പിൾ. നമ്മൾ ബസ് നിർത്തി കണ്ടക്ടർ ഇറങ്ങി നേരെ ചായ കുടിക്കാൻ നിർത്തിയതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ചായ കുടിക്കാൻ നിർത്തിയതാണ്, പക്ഷേ കണ്ടക്ടർ ഇറങ്ങി നേരെ ഇവിടെ ഒരു കോവിലിൽ വന്നിട്ട്. ഇങ്ങനെയുള്ള മലയോര ഗ്രാമങ്ങൾ അല്ലെങ്കിൽ വനത്തിലോട്ടൊക്കെ ബസ് പോകുമ്പോൾ അറിയാമല്ലോ, അവരിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഫസ്റ്റ് ട്രിപ്പിന് വന്നിട്ട് ഇങ്ങനെ തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാണ്. സത്യം പറഞ്ഞാൽ അതിരാവിലെയുള്ള ഈ ബസ് യാത്രയിൽ നമ്മൾ അറിയാതെ കൊതിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. ഇത്രയും തണുപ്പൊക്കെ ഏറ്റു വരുമ്പോഴത്തേക്കും ഒരു ചൂട് ചായ കുടിക്കാനായിട്ടല്ലേ, അല്ലെങ്കിൽ ഒരു ചൂട് കട്ടൻ കുടിക്കാനായിട്ട് നമ്മുടെ മനസ്സ് വല്ലാതെ കൊതിക്കും. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേ ബസ് ഇവിടെ നിർത്തിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മാരിയമ്മൻ കോവിലിൽ തൊഴുവാനും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ദേ ഭായി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ടീ കടയിൽ നിന്നിട്ട് ഒരു ലെമൺ ടീ കുടിക്കാനുമാണ് ഇവിടെ നിർത്തിയത് കേട്ടോ. ഈ കട എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോത്തഗിരിയിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ടോൾ കൊടുക്കേണ്ട ഒരു പോസ്റ്റുണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെയാണ് ദേ ഈ ടീ ഷോപ്പ് വരുന്നത്. വൈകുന്നേരമൊക്കെ നിങ്ങൾ ഇതുവഴിയാണ് പോകുന്നതെങ്കിൽ ഈ ടീ ഷോപ്പിൻ്റെ മുന്നിൽ നിറയെ ആളായിരിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, എന്താണ് ഇവിടെ ഇത്ര ആളെന്നുള്ളത്. ഇന്നാണ് അതിനുള്ള മറുപടി എനിക്ക് കിട്ടിയത്. അതായത് ഇവിടുത്തെ ലെമൺ ടീ സൂപ്പറാണ്. അതാണ് ദേ നമുക്കായിട്ട് ഇവിടെ തയ്യാറാക്കുന്നത്. നല്ലൊരു ചൂട് ലെമൺ ടീ ഒക്കെ അടിച്ച് ഇതേ ബസ് വീണ്ടും വന്ന വഴിയിലൂടെ തന്നെ മുന്നോട്ട് സഞ്ചരിക്കുക കേട്ടോ. അപ്പോഴാണ് ആ ബോർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്, മാമരം. അതാണ് ഈ ജംഗ്ഷൻ്റെ പേര്. ആക്ച്വലി ഇവിടെ നിന്ന് ദേ ആ കാണുന്ന വഴിയിലേക്കാണ് ബസ് പോകേണ്ടത്. പക്ഷേ ഒറ്റയടിക്ക് വളഞ്ഞിറങ്ങാത്തത് കൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഹെയർപിൻ ബെൻഡിൽ പോയിട്ട് വണ്ടി തിരിഞ്ഞു വന്നത്. സാധാരണ കാഴ്ചകളിൽ നിന്നും എന്നെ ഏറ്റവും കൂടുതൽ ഈ ബസ് യാത്രയിൽ ആകർഷിച്ചതെന്ന് പറയുന്നത് ദേ ഇവിടെ ഈ 2 സൈഡും കാണുന്ന വ്യത്യസ്തതകൾ തന്നെയാണ്. അതായത് ഒരു സൈഡ് കോഫിയും മറു സൈഡ് തേയിലയും. അതെന്തായാലും ശരിക്കും ഒരു വിചിത്രമായ കാഴ്ചയായിപ്പോയി. ഇറങ്ങുമ്പോൾ തന്നെ ദേ കണ്ടോ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാറ് പോകുന്ന ചെറിയ കോൺക്രീറ്റ് റോഡാണെന്ന് പറയാമല്ലേ ഇത്. ഇവിടെ ദേ ചെറിയ ഒരു റോഡിലൂടെ, ബസ്സിന് വേണ്ടി മാത്രം പണിത ഒരു റോഡിലൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദേ തേയിലത്തോട്ടവും അതുപോലെ തന്നെ കോഫി എസ്റ്റേറ്റൊക്കെ അവസാനിച്ച് നമ്മൾ കാട്ടിലേക്ക് കയറാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ 2 സൈഡും അത്യാവശ്യം നല്ല കാടാണെന്ന് പറയാം. കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. നമ്മളെന്തോ കാണാൻ പോകുന്നു എന്നുള്ളൊരു വെമ്പലാണ് മനസ്സിന്. വല്ലാത്തൊരു ആശ്വാസമാണ്, വല്ലാത്തൊരു കുളിർമയാണ്. എന്ത് രസമാണല്ലേ. പ്രത്യേകിച്ച് എനിക്ക് ഇത്തരം ചെറിയ വഴികൾ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിലൂടെ ഡ്രൈവ് ചെയ്യാനും അതിലൂടെ ഇങ്ങനെ ബസ്സിൽ സഞ്ചരിക്കാനും. വലിയ 6 വരി പാതയേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ ചെറിയ വഴികളാണ് കേട്ടോ. കാരണം ഈ വഴികളുടെയൊക്കെ അവസാനം അല്ലെങ്കിൽ ഈ വഴികളൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ സ്വർഗത്തിലേക്കായിരിക്കും. എന്നെ വല്ലാതെ അതിശയിപ്പിച്ചത്, ഇടയ്ക്കുന്ന് കയറിയ ഒരു യാത്രക്കാരൻ ദേ ഈ കൊടും കാട്ടിനുള്ളിൽ ഇറങ്ങി. ഇവിടെ ഒന്നും നോക്കിയിട്ട് വീടോ മറ്റ് കെട്ടിടങ്ങളോ ഒന്നും തന്നെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു എന്തിനാണ് അദ്ദേഹം ഇവിടെ ഇറങ്ങിയെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് ആ രസകരമായിട്ടുള്ള മറുപടി കിട്ടിയത്. അതായത് ഈ കാട്ടിലെ ഈ റിവറിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം. ബസ് തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് കുളി കഴിഞ്ഞ് ബസ്സിൽ തിരിച്ച് കോത്തഗിരിയിലേക്ക് വരും. അടുത്തതായത് കാട്ടിൽ കണ്ട ആദ്യത്തെ ഒരു റിവറിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാലം വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ബസ് ഓടിത്തുടങ്ങിയത്. അതായത് ഒരു 7 മാസം ആവത്തേ ഉള്ളൂ ഈ ബസ് ഇതുവഴി ഓടിത്തുടങ്ങിയിട്ട്. ഈ കാടിനുള്ളിലൂടെ ഇത്തരം ആരും കാണാതെ കിടക്കുന്ന ചില കാട്ടരുവികളുണ്ട് കേട്ടോ. അത് നമ്മളെ വല്ലാതെ അങ്ങ് കൊതിപ്പിക്കുകയും
ഭയങ്കര രസമായിരിക്കും അതിന് കാണാനായിട്ട്. ഭയങ്കര ഒരു ഫീലാണ്, വേറൊരു ഫീലാണ് അത് കാണാനേ. ഒരു ഹിഡൻ ബ്യൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളൊക്കെ നമ്മളെ നാട്ടിലൂടെ എത്ര യാത്രകൾ നടത്തുന്നല്ലേ, അപ്പോഴൊന്നും നമുക്ക് ഈ ഒരു സുഖം കിട്ടാറില്ല. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് കാട്ടിൽ മാത്രമേ കിട്ടൂ കേട്ടോ. അതാണിത് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാടും കോടയും ചെറിയ ചാറ്റൽ മഴയും തണുത്ത കാറ്റും ഒന്നും പറയണ്ട കേട്ടോ. വല്ലാത്തൊരു ഫീല്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രകൃതി നമ്മളിങ്ങനെ അനുഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി എപ്പോഴോ മഴ പെയ്തിരുന്നു കേട്ടോ. അതാണ് ഇത്രയും നല്ലൊരു അന്തരീക്ഷം നമുക്ക്. നമ്മൾ കാണാത്ത നാട്ടിലേക്ക് കേൾക്കാത്ത വഴിയിലൂടെ ഒരിക്കലൊരു യാത്ര ചെയ്യണം. അതാണ് വൈബ് കേട്ടോ. ആ ഒരു വൈബ് നിങ്ങൾക്ക് വേറെ ഒരു യാത്രയിലും കിട്ടത്തില്ല. അതാണ് ദേ ഇവിടെ കിട്ടുന്നത്. അവസാനം വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര അവസാനിപ്പിച്ച് ഇതേ നമ്മൾ സെമ്മനാറിയിലെത്തേട്ടോ. 16 രൂപയുടെ ടിക്കറ്റിന് കിട്ടിയ കാഴ്ചകളെന്ന് പറയുന്നത് ഒരു 16 ലക്ഷം കൊടുത്താലും കിട്ടാത്ത കാഴ്ചകളായിരുന്നു കേട്ടോ. അമ്മാതിരി നമ്മൾ ഈ വിർജിൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയൂലേ, അതുപോലെയായിരുന്നു ആ യാത്ര അല്ലേ. ഇവിടെ ഒരു 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ പതുക്കെ വരണം. ഇത് നമ്മൾ പണ്ട് നമ്മുടെ സത്യമംഗലം സീരീസിൽ മടത്തി ചെന്നിറങ്ങിയ ഒരു ഓർമ്മയാണ് കേട്ടോ. കാരണം മടമെന്നും പറഞ്ഞ് ചെന്നിറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞല്ലോ, അതേ അവസ്ഥയാണ്. സെമ്മനാറി എന്നും പറഞ്ഞ് നമ്മൾ ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇതാണ് സെമ്മനാറി. ഒരു കടയോ ഒരു ടീ ഷോപ്പോ ഒന്നുമില്ല, ഒരു പരിസരത്ത് ഒരു വീട് പോലും ഇല്ല. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി, ഇതിനി എവിടെയാണ് ഈ ഗ്രാമത്തിൽ ആൾക്കാരെന്നുള്ളത്. അപ്പോൾ ആ ഗ്രാമങ്ങളെന്നൊക്കെ പറയുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ്. അവിടെ നിന്ന് നടന്ന ആൾക്കാർ മുകളിലേക്ക് കയറി വരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് വന്നുടനെ നീട്ടി ഒരു ഹോൺ അടിച്ചു കേട്ടോ. എല്ലാവർക്കും ഉള്ള അലാം കൊടുത്തു. കാര്യം അപ്പുറത്തെ 2-3 മലകളിൽ നിന്നൊക്കെ ആൾക്കാർ വരാനുണ്ട് പോലും. നമ്മൾ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ആനയെ പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല. ഇനി തിരിച്ചു പോകുമ്പോൾ കിട്ടുമെങ്കിലും ഉള്ളൂ കേട്ടോ. ഇത് കൂടുതലും രാത്രിയാണ് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്, രാത്രിത്തെ ട്രിപ്പിനെ. ചിന്ന വീടല്ലേ ഏത്? അപ്പോൾ നമ്മളെ കണ്ടക്ടർ ഒന്ന് പരിചയപ്പെടാം. കണ്ടക്ടർ മലയാളിയാണ് കേട്ടോ. ഹായ്, നമസ്കാരം. എന്താണ് പേര്? രാമകൃഷ്ണൻ. ഓക്കെ. കേരളത്തിൽ എവിടെ വീട്? കൊഴിയാമ്പാറ. കൊഴിയാമ്പാറ നമ്മുടെ തൊട്ട അയൽപക്കമാണ് കേട്ടോ, പാലക്കാടാണ്. ഇവിടെ അപ്പോൾ അങ്ങനെ ടെസ്റ്റ് എഴുതി കിട്ടിയതാണോ ഇത്? ഈ റൂട്ടിൽ വരുമ്പോൾ ഭയങ്കര ത്രില്ലിങ് റൂട്ടാണല്ലോ ഇത്. ആനയും ടൈഗറൊക്കെ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്ന എപ്പോഴും ആനയാണോ? ആനയാണ്. പിന്നെ വേറെ എന്തിനാ കണ്ടിട്ടുണ്ട്? കരടി. ഇതെപ്പോഴെങ്കിലൊക്കെ ഈ 6 മാസത്തിനിടയിൽ ബസ് പോകാൻ പറ്റാതായിട്ടുണ്ടോ? വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാതെ ഓ, ആന റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ ഒരു ½ അവർ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുടിവെള്ളത്തിനുള്ള കിണറായിരിക്കും അല്ലേ? എല്ലാവരും ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. മലവെള്ളം ഉണ്ട്, അതുപോലെ കിണറിലും വെള്ളമുണ്ട്. ടീ ഉണ്ടല്ലേ? ചായ ഉണ്ട്, കോഫി ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. ഏലക്കയുണ്ട്. ഇതാണ് ഇവരുടെ സ്കൂള് കേട്ടോ. 5ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയി പഠിക്കണം. ഇங்கே இப்போ யானை ஒன்றும் வரமாட்டையா? ஆனையெல்லாம் வருது சார். இங்கே வீடொன்றும் தள்ளி மறைக்க அப்படின்னு பண்ணது? வீடொன்றும் இடிச்சு இல்லை? அது நம்ம ஏதாவது கல்லுகள் போட்டோன்னா அப்படி பண்ணும். அல்லாத யானை ஒன்றுமே பண்ணாது? ஒன்றும் பண்ணாது. பேசாமல் வந்து அப்படியே போயிடுது. ஓ, இது நிறைய கரடி இருக்குல்ல? கரடி இருக்கு. கரடி வந்து கொஞ்சம் டேஞ்சராக அதுதான் கொஞ்சம் அட்டாக் பண்ணிருக்கு. அட்டாக் பண்ணுது சார். அது இந்த பிலாக்கா டைமுக்கு தான் ஜாஸ்தி ஆயிருக்கு. ഓ, പിലാക്ക. ചക്ക സമയത്താണ് കരടി ഏറ്റവും കൂടുതൽ വരുന്നതാണ് കേട്ടോ. അന്ത ടൈമിൽ യാന നിറയെ വരുമല്ലോ അല്ലേ? இப்போ மக்களுக்கு இங்கேருந்து எப்படி வெளியூருக்கு போகும் படிக்கிறதுக்கு? பஸ்ஸில் படிக்கிறதுக்கு அப்போல்லாம் வண்டி தான், வாடகை வண்டி எடுத்துதா, இல்லைன்னா ஒன்றுமே பண்ண முடியாது சார். எல்லாம் இங்கே படிக்கிறாங்க. கெங்கரை அங்கேனா ஒரு வண்டி போயிடலாம். ஓகே. கோத்தகிரிலாம் வர முடியாது. பஸ் வந்ததா எல்லாம். பஸ் வந்துட்டு இப்போ எவ்வளோ நாளாச்சு? பஸ் வந்துட்டு
8 மாசம் 8 மாசம் ஆயிடுச்சு. அதுக்கு முன்னாடி ரோடு இல்லையா? ரோடு இருக்கு, ஆனால் பஸ் வர மாட்டேன், மண் ரோடு தான். ஆமாம். அப்புறம் அந்த ரோடெல்லாம் போட்டு தான் இப்போ பஸ் வந்திருக்கு. ஓ சரி சரி சரி, போயிடலாமா? டைம் ஆகிட்டு. சரி சரிங்க, വണക്കം. சரி சார். വർഷങ്ങൾക്ക് മുന്നേ ഞാനൊക്കെ ഗവി പോകുമ്പോൾ ഇതായിരുന്നു ഫീൽ കേട്ടോ. അന്ന് സഞ്ചാരികളൊന്നും ഇല്ലല്ലോ, ആകെ ആ ഗ്രാമത്തിലേക്ക് പണിയെടുക്കാൻ പോകുന്നവരും അവിടെ നിന്ന് തിരിച്ചു വരുന്നവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഗവി എന്ന് പറയുന്നത് പക്കാ കൊമേഴ്സ്യലൈസ്ഡ് ആയല്ലോ. ഓ, ഗവിയിലേക്ക് ആദ്യത്തെ യാത്രയൊന്നും ജീവിതത്തിൽ മറക്കത്തില്ല കേട്ടോ. നിങ്ങൾ കേൾക്കാത്ത അറിയാത്തൊരു ഗവിയൊക്കെ ഉണ്ട്, ആൾക്കാർ പോയാൽ തിരിച്ചു വരാത്തൊരു ഗവിയൊക്കെ ഉണ്ട്. അതെന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ ആ കഥ പറയാം. അപ്പോൾ ഒരു ദിവസം ആകെ 2 സർവീസ് മാത്രമുള്ള ഒരു കാട്ടിലേക്കാണ് നമ്മൾ പോയിട്ട് വന്നത്. ആനയും കരടിയും പുലിയും ടൈഗറും എല്ലാം ഉള്ള ഒരു കാടാണ് കേട്ടോ ഇത്. അത്യാവശ്യം എല്ലാത്തിൻ്റെയും നല്ല പ്രസൻസ് ഉള്ളൊരു ഏരിയ ആണ്. ഈ തമിഴ്നാട്ടിൽ വരുമ്പോൾ എല്ലാവരുടെയും മുഖം കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അവരുടെ മുഖത്തൊക്കെ എപ്പോഴും ഒരു പുഞ്ചിരി കാണും. പ്രത്യേകിച്ച് നമ്മൾ ക്യാമറയായിട്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ അവരൊരു പുഞ്ചിരിയോടുകൂടിയായിരിക്കും നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നാടും ഇങ്ങനെ ഒരു യാത്രയും ആദ്യമായിട്ടായിരിക്കും കേട്ടോ പുറം ലോകത്ത് പലരും അറിയുന്നത്, ഈവൻ തമിഴ്നാട്ടിൽ പോലും. കാരണം ഇത് വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ആ പാലം പണിഞ്ഞതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ഒരു ബസ് ഓടി തുടങ്ങിയെന്ന് പറയാം. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് വനയാത്രകളുണ്ട് കേട്ടോ, അതെല്ലാം പക്ഷേ കൊമേഴ്സ്യലൈസ്ഡ് ആയിപ്പോയി. എനിക്ക് അത്തരം യാത്രകളോട് വലിയ താല്പര്യമില്ല. കാരണം അതിൽ പാട്ടും ബഹളവും ചിലപ്പോൾ സംസാരവും, ഇത്തരം യാത്രകളുടെ ഒരു സുഖം അതിന് കിട്ടത്തില്ല. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കാടൊക്കെ ആസ്വദിച്ച്, നമ്മൾ ആരും ശല്യം ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ഗ്രാമവാസികളെന്നൊക്കെ പറയുന്നത് അവരങ്ങനെ കാടിനെ ശല്യം ചെയ്യാത്ത ആൾക്കാരാണ്. എപ്പോഴും നാട്ടിൽ നിന്ന് വരുന്നവരാണല്ലോ കാടിനെ ശല്യം ചെയ്യുന്നത്. അപ്പോൾ കാടിനെയൊക്കെ അടുത്തറിയാൻ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു യാത്ര, ഒരു വിർജിൻ കാട് യാത്ര നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ബസ് യാത്ര നമ്മൾ അവസാനിപ്പിച്ച് നമ്മുടെ കോത്തഗിരിയിലെത്തി. അപ്പോൾ ഈ ബസ് യാത്രയ്ക്ക് താല്പര്യമുള്ളവർക്ക് 16 രൂപയാണ് ടിക്കറ്റ്. രാവിലെ 6:30ക്കാണ് ബസ് കോത്തഗിരിയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. തിരിച്ചൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും. അതുപോലെ വൈകുന്നേരവും ഈ സെയിം ടൈമിലാണ്, 6 മണിക്കാണ് ബസ് അവിടെ നിന്ന് എടുക്കുന്നത്. 7 മണിയാകുമ്പോൾ സെമ്മനേരി, തിരിച്ച് 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ കോത്തഗിരിയിലെത്തും. അപ്പോൾ ആകെ 2 സർവീസ് മാത്രമുള്ള ഒരു നാട്ടിലേക്കാണ് നമ്മൾ പോയിട്ട് വന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.